കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച സംബന്ധിച്ച് പ്രോസിക്യൂഷൻ. എന്തുകൊണ്ട് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് സുപ്രീം കോടതി മാനദണ്ഡം പാലിച്ചില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലനോട് കോടതി ചോദിച്ചു. അറസ്റ്റിന്റെ കാരണം പ്രതിയെ വാക്കാൽ ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മറുപടി. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഡിവൈഎസ്പി സുധീർ കല്ലനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്നും KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ തീരുമാനം 3 മണിക്ക് ശേഷം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്നതിൽ എതിർപ്പില്ല എന്ന് തന്നെയല്ലേ പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നവമി. പ്രതിഭാഗം പ്രധാനമായും പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നതിൽ അവർക്ക് എതിർപ്പില്ല എന്നാണ്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഡിവൈഎസ്പി ആദ്യം അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പിയെ കോടതി നേരിട്ട് കാണണം എന്ന ഒരു ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് ഈ ഡിവൈഎസ്പി ഹാജരായത്. ഡിവൈഎസ്പിയുടെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ആദ്യത്തെ അറസ്റ്റിൽ ഉണ്ടായിരിക്കുന്നു. അതായത് സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാണ് പുതിയ അന്വേഷണ സംഘം തലശ്ശേരി SC/ST പ്രത്യേക കോടതിയിൽ ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചത്. ആ ഹർജി സമർപ്പിക്കുമ്പോഴാണ് കോടതി ഈ ഓഫീസറെ, ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. ഏതായാലും ഇദ്ദേഹം നൽകിയ വിശദീകരണം ഇംഗ്ലീഷിലും മലയാളത്തിലും വാക്കാൽ ഇത്തരത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. വാക്കാൽ അറിയിച്ചാൽ പോരാ, നേരിട്ട് എഴുതി നൽകിയതിനു ശേഷം മാത്രമേ, ഇത്തരത്തിൽ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് പാടുള്ളൂ എന്ന് സുപ്രീം കോടതി ഉത്തരവ് അറിയില്ലേ എന്ന് ചോദിച്ചു. ഏതായാലും ഈ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമോ വേണ്ടോ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. അതിന്മേലുള്ള ശുപാർശ അത് ഏത് രീതിയിലായിരിക്കുമെന്നത് ഈ കോടതി തീരുമാനിക്കും. ഏതായാലും 3 മണിക്ക് ഇത് സംബന്ധിച്ച് ഒരു റാമിനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് കോടതി ഉത്തരവുണ്ടാകും. എന്തായാലും ഈ പ്രതിഭാഗം അഭിഭാഷകൻ കൂടി ഇത്തരത്തിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കോടതി നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യും. ഈ കേസിൽ 101 ദിവസം കഴിഞ്ഞാണ് കുടകിൽ നിന്നും റാമിനെ പിടികൂടുന്നത്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎസ്പി ഈ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ തിടുക്കത്തിൽ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. ഇതിനെതിരെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കാരണം പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ളതായി കോടതി പറഞ്ഞു. അതോടൊപ്പം പണത്തിനു മീതെ പരുന്തും പറക്കില്ല, അത്തരത്തിലുള്ള വളരെ കടുത്ത പ്രയോഗം കോടതിക്ക് നടത്തേണ്ടി വന്നു. ഇത് തുടക്കത്തിൽ തന്നെ പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്ന ഒരു കേസാണ്. ഏതായാലും നിലവിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് IG ഹേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. ഇന്നലെയാണ് ഈ സംഘം ചുമതലയേറ്റത്. ഏതായാലും കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇനി ഒരു വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ നാണക്കേട് ആഭ്യന്തര വകുപ്പിനുണ്ടാവും. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ വലിയ നാണക്കേടുള്ള ഓരോ സംഭവങ്ങളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. റാമിനെ അറസ്റ്റ് ചെയ്യാൻ വൈകിയിരിക്കുന്നു. അതോടൊപ്പം കോടതിയിൽ ഹാജരാക്കി 1 ദിവസം പോലും ഇയാളെ ജയിലിലിടാൻ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കോടതി വെറുതെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇപ്പോൾ 3 മണിക്ക് ഇത് സംബന്ധിച്ച് റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനം, ആ ഉത്തരവ് കോടതി അതിലൊരു തീരുമാനമെടുക്കും. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്ത് നാളെ ചോദ്യം ചെയ്തതിനു ശേഷം നാളെ ഒരുപക്ഷെ തലശ്ശേരി കോടതിയിൽ തന്നെ ഹാജരാക്കാനാണ് സാധ്യത. ഏതായാലും SC/ST അതിക്രമം തടയൽ, അതോടൊപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ തന്നെ റാം ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 101 ദിവസം ഒളിവിലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ ക്രൈംബ്രാഞ്ച് സംഘം പോയി കണ്ടെത്താൻ സാധിച്ചില്ല. കർണാടകയിലെ പലയിടങ്ങളിലും പരിശോധന നടത്തി കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കുടകിൽ നിന്നാണ് പിടികൂടുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ രൂപം മാറി, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ആള് മാറിയ രീതിയിലായിരുന്നു എന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞത്. പക്ഷേ കോടതിയിൽ കീഴടങ്ങാൻ എത്തുമ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം പിടികൂടിയെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ ഈ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും നാടകീയമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം റാമുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ ഉണ്ടായത്. ഇനി വളരെ സസൂക്ഷ്മം തന്നെ ഈ കേസിൽ ഇടപെടാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിയമോപദേശവുമായി മുന്നോട്ട് പോകുന്നത് റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നത് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതാണ്.
അത് കോടതി അതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് അത് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഡിവൈഎസ്പി സുധീർ ഇത്തരത്തിലൊരു വിശദീകരണം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് വാക്കാൽ ബോധിപ്പിച്ചു എന്നതാണ്. വാക്കാൽ ബോധിപ്പിച്ച ശേഷമാണ് റാമിനെ അറസ്റ്റ് ചെയ്തതെന്നാണ്. പക്ഷെ അത് തൃപ്തികരമല്ലെങ്കിൽ ഡിവൈഎസ്പിക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെ ആയിരിക്കില്ലേ കോടതി ശുപാർശ ചെയ്യുക? തീർച്ചയായും നവമി, അത് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇത് ഹൈക്കോടതി നേരത്തെ തന്നെ ഇതിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ട് ഈ വീഴ്ച പറ്റിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് ഉൾപ്പെടെ നേരത്തെ തന്നെ ഹൈക്കോടതി ചോദിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഇദ്ദേഹം സർവീസിലുണ്ട്. ഇത്തരത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ നിന്നും മാറ്റപ്പെട്ടു അല്ലാതെ ഇപ്പോഴും ഇദ്ദേഹം സർവീസിൽ തന്നെയാണുള്ളത്. ഹൈക്കോടതി ഇത്തരത്തിൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പിന് വലിയ തോതിലുള്ള അതൃപ്തി ഈ സംഭവത്തിലുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇതിലൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നേക്കാം. വൈകാതെ തന്നെ ആ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനം ഈ കേസിലെ ഒന്നാം പ്രതി ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുക എന്നതാണ്. അതിൽ കൂടുതൽ ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ ഈ ദിവസങ്ങളിലെല്ലാം സഹായിച്ച ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം കുടുംബം പ്രധാനമായും പറയുന്നത് ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഈ കേസിൽ പ്രതിയേർക്കണമെന്നാണ്. നമ്മൾ പുറത്തുവിട്ട ആ ദൃശ്യം തന്നെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഏറ്റവും അവസാനമായി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിന് 10 മിനിറ്റ് മുമ്പ് നടന്ന ആ ദൃശ്യങ്ങളിലുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള 4ഓളം അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന ഒരാവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അത് അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഒരു പക്ഷേ റാമിനെ കസ്റ്റഡിയിൽ വാങ്ങിയേക്കാം. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് അത്തരം ആവശ്യം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ റാം കോടതിയിൽ നിന്നും ഇത്തരത്തിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നും പോകുന്ന സമയത്ത് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് നോട്ടീസ് നൽകുകയും, അങ്ങനെ ഒരുപാട് വീഴ്ചകൾ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വാക്കാൽ നൽകി, പക്ഷേ ഇതിൽ എഴുതാൻ മറന്നു എന്നാണ് പറയുന്നത്. അത്രത്തോളം ഉത്തരവാദിത്വ കുറവാണ് ഒരു ക്രൈംബ്രാഞ്ച് പോലുള്ള സംഘം. കാരണം ലോക്കൽ പോലീസ് ഇത് അന്വേഷിച്ച് ഈ കേസ് ഇത്തരത്തിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു ജീവനൊടുക്കാൻ കാരണം എന്ന തരത്തിലൊക്കെ ആക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ എതിർപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഇത്രയും ഗൗരവമുള്ള ക്രൈംബ്രാഞ്ചിനെ ഏജൻസിയെ കൊണ്ടുവരുന്നത്. പക്ഷെ ക്രൈംബ്രാഞ്ച് ആകട്ടെ ഒരാളെ ഈ കേസിലെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദ അത് വിട്ടുപോയി എന്നൊക്കെ പറയുക അത്ര നിസ്സാരമായാണ് ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ. ഏതായാലും പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് ഈ കാര്യത്തിൽ വീഴ്ച പോലീസിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചിരിക്കുന്നു. ഏതായാലും കോടതിയുടെ ഇനി ഈ ഡിവൈഎസ്പിക്കെതിരെയുള്ള ഈ പരാമർശം, അതോടൊപ്പം റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി നൽകുമോ, അതാണ് ഇനി ഏറ്റവും പ്രധാനം. അതേതായാലും 3 മണിയോടുകൂടി തന്നെ കോടതിയിൽ നിന്നും ഇതിന് ഉത്തരവുണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ശരി ബൈജു, നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള റാമിന്റെ അറസ്റ്റിൽ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിൽ 3 മണിയോടുകൂടി തീരുമാനമുണ്ടാകും. കോടതി 3 മണിക്ക് അതിന്റെ ഒരു ഉത്തരവ് വരികയും ചെയ്യും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്നും KV ബൈജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.